കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക. കടം കുറയ്ക്കാൻ നോക്കണ്ട, കടം കുറയത്തില്ല. അതിന് പകരം എന്ത് ചെയ്യുക, സമ്പത്ത് എങ്ങനെ കൂട്ടാം, നമുക്ക് എങ്ങനെ സമ്പത്ത് കൂട്ടാം, ആ സമ്പത്ത് കൂട്ടാനുള്ള എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. നമുക്ക് മാർഗങ്ങളുണ്ട്. നമ്മള് എങ്ങനെ 10 പേർക്ക് കടം വാങ്ങിക്കാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അത് പകരം എന്താണ്, നമുക്ക് അതെങ്ങനെ സമ്പത്തിനെ കൂട്ടാം. അതായത് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, 1 രൂപയെങ്കിലും നമ്മൾ മാറ്റി വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മാറ്റി വെക്കേണ്ട പൈസ നമ്മുടെ കയ്യിൽ കാണും. എന്നാൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഷോപ്പിങ്ങിന് പോകുന്നു, ആ പൈസ മൊത്തം തീർത്തിട്ട് നമ്മൾ വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, കടക്കാരാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഹോൾഡ് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആ പൈസ ഹോൾഡ് ചെയ്യുക. പറയാം, നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇത്ര പൈസയുണ്ട്, ഞാൻ ഇത്ര പൈസ മാറ്റി വെക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്സുകൾ നമുക്കുണ്ട്. എന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് എങ്ങനെയൊക്കെ കുറെ എൻവലപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഞാനൊക്കെ ചെയ്തു വെക്കുന്നത് എങ്ങനെയാണ്. എന്നിട്ട് കുറെ പൈസ ഉണ്ട്. ഇപ്പം ഇതിങ്ങനെ കുറെ പൈസകൾ എന്റെ കയ്യിൽ അടുത്തിരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ കുറെ 20 രൂപയുടെ നോട്ടുകളുണ്ട്. എല്ലാ ദിവസവും ഒരു 20 രൂപയുടെ നോട്ട് എടുത്ത് ഞാൻ അതിനകത്തങ്ങ് വെച്ചേക്കും. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് അങ്ങ് എഴുതി വെക്കുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും എന്താണ്, ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ബ്ലോക്കുകൾ കാണിച്ച്, ഇത് സത്യം പറഞ്ഞ ഒരു 7 8 വർഷത്തിന് മുമ്പ് എനിക്ക് ആരോ തന്ന പൈസയാണ്. എന്തോ ഒരു ചേഞ്ച് വന്നിങ്ങനെ തന്ന സമയത്ത് ഞാനൊരു ബാഗിൽ ഇട്ട് വെച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ എന്തോ ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് അതിനകത്ത് മൊത്തം ഇതിരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 20 രൂപയുടെ നോട്ടിങ്ങനെ അന്വേഷണം നടക്കുകയാണ്. എല്ലാ കടകളിലും പോയിട്ട് 100 രൂപ കൊടുത്തിട്ട് 20 രൂപ ആക്കുക, 10 രൂപ ആക്കുകയാണ് എന്റെ ഒരു ജോലി. അതുപോലെ ഇവിടെ 10 രൂപയുണ്ട്. 10 രൂപ ഏതാണ്ടൊക്കെ വെച്ചു കഴിഞ്ഞു. ഇതിനകത്ത് കുറച്ച് 10 രൂപയുണ്ട്. അപ്പൊ ഇതുപോലെ 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ എന്നുള്ള രീതിക്ക് മാറ്റി വെക്കാറുണ്ട്. മാറ്റി വെക്കുന്ന വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താണോ ആവശ്യം, ആ ആവശ്യമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആ ആവശ്യം എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും രാവിലെയോ രാത്രിയോ അതിനകത്ത് പൈസ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കും. നമ്മൾ പോലും അറിയാതെ ആ ആവശ്യം നടക്കുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷനകത്തൊക്കെ ചെയ്യുന്ന ടെക്നിക്സുകൾ. ഇതാണ്. നമുക്ക് ജീവിക്കാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കിൽ ഏതെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിച്ചാൽ ആ ടെക്നിക്ക് നമ്മൾ ഈ നമ്മുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്ത്, ഇതെല്ലാം ഞാൻ എന്റെ ലൈഫിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതുകൊണ്ടാണ് എനിക്കിപ്പം നിങ്ങളുടെ അടുത്ത് എടുത്തെടുത്ത് കാണിക്കാൻ മനസ്സിൽ ഇതെല്ലാം ഈ ഒരു പ്ലേസിലുണ്ട്. എന്നും രാവിലെ വന്ന് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇരിക്കും. എന്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. പിന്നെ ഇൻ കേസ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ പോലും മനസ്സിൽ കംപ്ലീറ്റ് എന്തായിരിക്കും, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും.